നമസ്കാരം. കെ മുരളീധരന്റെ ബി.ജെ.പി. അനുകൂല പ്രസ്താവനയ്ക്ക് പിന്നാലെ കോൺഗ്രസിൽ പോര് കനക്കുന്നു. തൃശൂരിൽ കേരളത്തിലെ താമര ചിഹ്നത്തോടുള്ള അലർജി മാറിയെന്ന കെ മുരളീധരന്റെ പ്രസ്താവന നേതാക്കളിൽ അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. തൃശൂരിലെ ഒരു മതവിഭാഗം ഒഴികെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത മറ്റുള്ളവരിൽ സ്വന്തം പാർട്ടിക്കാരുമുണ്ട് എന്ന് മുരളീധരൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസിൽ ഗ്രൂപ്പ് വഴക്ക് ശക്തമാകുന്ന സാഹചര്യത്തിൽ കെ മുരളീധരന്റെ പ്രസ്താവന കൂടി വന്നതോടെ അണികൾ കൂട്ടത്തോടെ പാർട്ടി വിടുമെന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്നാണ് സൂചന. കണ്ണൂരിലടക്കം കോൺഗ്രസ് നേതൃത്വം ഇടച്ചിലാണ്. താഴെത്തട്ടിലുള്ളവർക്ക് വേണ്ട പരിഗണന നൽകുന്നില്ല എന്നതാണ് കോൺഗ്രസിലെ ചേരിപ്പോരിന്റെ പ്രധാന കാരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ശരിയായ വിധത്തിൽ ഉപയോഗിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നതാണ് പാർട്ടിക്കുള്ളിലെ വിമർശനം. ഈ സാഹചര്യം തുടർന്നാൽ കോൺഗ്രസിൽ നിന്നും ഒരു കൂട്ടരാജിക്കുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കണ്ണൂരിലെ കോൺഗ്രസ് നേതാവായ പി.കെ. രാഗേഷിനെ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനത്ത് നിന്ന് നീക്കാൻ ജില്ലാ നേതൃത്വം സമ്മർദ്ദം ചെലുത്തുകയാണ്. ഈ സാഹചര്യത്തിൽ DCCയിൽ ഒരു വിഭാഗം ആളുകൾ അവിശ്വാസ പ്രമേയത്തിനായി അണിയറ നീക്കങ്ങൾ നടത്തുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇതിനായി KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ അനുമതിക്കായി മാത്രം കാത്തു നിൽക്കുകയാണ് ഇവർ. പള്ളിക്കുന്ന് സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനും പി.കെ. രാഗേഷിനോട് അതൃപ്തിയുണ്ട്. കഴിഞ്ഞ ദിവസം രാഗേഷിനെ പാർട്ടി ശത്രുവായി കണ്ടുകൊണ്ട് കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് നിന്നും മാറ്റാനായി അവിശ്വാസ പ്രമേയം കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ DCCക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ തന്നെ കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യണമെന്നത് കണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളുടെ അനാവശ്യ വ്യാമോഹം മാത്രമാണ് എന്ന് പി.കെ. രാഗേഷ് പ്രതികരിച്ചു. ചിലരുടെ വ്യക്തിപരമായ താല്പര്യമാണ് ഇതിനു പിന്നിൽ, ചിലരുടെ മനോവിഭ്രാന്തിയാണ് തനിക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് പിന്നിലെന്നും പി.കെ. രാഗേഷ് ആരോപിച്ചു. പള്ളിക്കുന്ന് ബാങ്ക് തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് വിജയിച്ചതുപോലെ അർബൻ ബാങ്കിലും സ്വന്തം ബന്ധുക്കളെ ഇറക്കിവിട്ട് സാധാരണ പാർട്ടി പ്രവർത്തകരുടെ വികാരത്തെ പോലും ചോദ്യം ചെയ്ത നടപടി ഒരിക്കലും പൊറുക്കാൻ സാധിക്കില്ല എന്നും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് പി.കെ. രാഗേഷ് തുടരുന്നത് മാലിന്യം പേറുന്നതിന് സമാനമാണെന്നുമായിരുന്നു കണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളുടെ യോഗം പി.കെ. രാഗേഷിനെതിരെയുള്ള വിമർശനമായി ഉന്നയിച്ചത്. മാലിന്യം കഴുകിക്കളയാൻ അവിശ്വാസ പ്രമേയം കോർപ്പറേഷനിൽ കൊണ്ടുവരണമെന്നായിരുന്നു ഇവർ DCCക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിനെതിരെയാണ് പരസ്യ പ്രസ്താവനയുമായി പി.കെ. രാഗേഷ് രംഗത്ത് വന്നത്. ഇപ്പോഴത്തെ KPCC അധ്യക്ഷൻ കെ സുധാകരനാണ് തന്നെ പള്ളിക്കുന്നിൽ നിന്നും കൈപിടിച്ച് ആലിങ്കൽ വാർഡിൽ മത്സരിപ്പിച്ചത് എന്നും ഇന്ന് വരെ തന്നെ എന്തിന് പുറത്താക്കി എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല എന്നും പി.കെ. രാഗേഷ് ആരോപിച്ചു. ഇക്കാര്യം KPCC അധ്യക്ഷൻ തന്നോട് പറയുകയാണ് എങ്കിൽ ആ നിമിഷം ആ സ്ഥാനത്ത് നിന്നും മാറാൻ തയ്യാറാണ് എന്നും ചില മാലിന്യങ്ങളുടെ പ്രസ്താവന മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നും പി.കെ. രാഗേഷ് പറഞ്ഞു. 2023 മെയ് 15-നാണ് തന്നെ പുറത്താക്കിയത്. അന്ന് തന്നെ DCC പ്രസിഡന്റ് ഈ സ്ഥാനത്ത് നിന്നും നീക്കുമെന്ന് പറഞ്ഞുവെങ്കിലും ഒരു വർഷം പിന്നിട്ടിട്ടും ഒന്നും സാധിക്കാത്തതാണ് തനിക്കെതിരെയുള്ള കോക്കസിന്റെ തീരുമാനങ്ങൾക്ക് പിന്നിലുള്ളത്. അഴീക്കോട് നിയോജക മണ്ഡലത്തിന് കീഴിലുള്ള ചിറക്കൽ ബ്ലോക്ക് കമ്മിറ്റിയെ മറികടന്നാണ് കണ്ണൂർ ബ്ലോക്ക് കമ്മിറ്റി തനിക്കെതിരെ പ്രമേയം അവതരിപ്പിച്ചത്. മുനിസിപ്പൽ നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഈ പ്രമേയത്തിലൂടെ വ്യക്തമാകുന്നത് എന്നും പി.കെ. രാഗേഷ് ചൂണ്ടിക്കാട്ടി. തന്നെ പാർട്ടിയിൽ നിന്നും തിരിച്ചെടുക്കണമെന്ന കണ്ണൂർ ബ്ലോക്കിന് കീഴിലുള്ള 400ഓളം പാർട്ടി പ്രവർത്തകർ ഒപ്പിട്ട കത്ത് ഇപ്പോഴും KPCCയുടെയും DCCയുടെയും കയ്യിലുണ്ട്. എന്നിട്ടും കേവലം 10 അംഗങ്ങൾ മാത്രം പങ്കെടുത്ത ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസ്താവന മുൻകൂട്ടിയുള്ള അജണ്ടയുടെ ഭാഗമാണ് എന്നും പി.കെ. രാഗേഷ് പറഞ്ഞു.